സോ ഹലോ ഗായ്സ്, സവാറി വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേൽ ബ്രോ ഋത്തിക് എന്നൊരു യൂട്യൂബ് ചാനലാണ്. ഈ ഒരു ചാനലാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ അറിയപ്പെടുന്നത്. ഏകദേശം 98 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മുകളിലാണ് ഇപ്പോൾ ഇവിടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം എംഫോടെക്കിനെയും കരിക്കിനെയും ഏഷ്യാനെറ്റ് ന്യൂസ് പോലത്തെ വലിയ വലിയ കമ്പനി വലിയ വലിയ ചാനൽസിനെയും പിന്തള്ളിക്കൊണ്ട് അവർ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇന്ന് വരെ കേരളത്തിൽ ഒരു ചാനലും എത്തിപ്പെടാത്തത്ര വലിയൊരു മൈൽ സ്റ്റോണിലോട്ട് അവർ എത്തിയിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് 1 കോടി സബ്സ്ക്രൈബേഴ്സ്, അതായത് 100 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടുത്ത ചാനൽ നമ്മുടെ മൈൽ മനോരമയാണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ചാനൽ എന്ന രീതിയിൽ ആദ്യമായിട്ട് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എംഫോടെക്കായിരിക്കും 100 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ട് അടിക്കാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സ്ഥാനത്തെ പിന്തള്ളിക്കൊണ്ട് കേൽ ബ്രോ ഋത്തിക് എന്ന യൂട്യൂബ് ചാനൽ ഏകദേശം 100 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പോവാണ്. വളരെ വളരെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. ഒരുപാട് പേര് അവിടെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഒരു സമയം കൊണ്ട് എംഫോടെക്കിനെ പിന്തള്ളുന്നുണ്ട്. അത് കാര്യം മനസ്സിലാക്കി തരാം. എംഫോടെക് ആയിരിക്കും എല്ലാവരും വിചാരിച്ച പോലെ തന്നെ 100 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അത് 1 കോടി സബ്സ്ക്രൈബേഴ്സ് കേരളത്തിൽ ആദ്യം അടിക്കാൻ വിചാരിച്ച ചാനലായിരുന്നു. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ എംഫോടെക്കിന് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കേൽ ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ ആ ഒരു സ്ഥാനത്തേക്ക് എത്തി. ഇതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവർ കേൽ ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് വീഡിയോസ് ആണ്. ഒരുപാട് വലിയ വലിയ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, ഒരുപാട് രീതിയിലുള്ള വ്യൂസ് അവർക്ക് കിട്ടി. കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും ഒരുപാട് രീതിയിലുള്ള വ്യൂസ് കേൽ ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ ലഭിക്കുന്നുണ്ടായി. ഇന്ത്യക്ക് പുറത്ത് വരെ അവരുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയപ്പെടുന്നത്. സോ അത്രയും ഒരു ഫാൻ ബേസിലെ യൂട്യൂബ് ചാനലാണ് കേൽ ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ. എന്നാൽ എംഫോടെക്കിനെ കാര്യത്തിൽ നോക്കിയാൽ എംഫോടെക് മലയാള ഒരു ഇൻഡസ്ട്രിയിലൊരു യൂട്യൂബ് ചാനലാണ്. അത് മലയാളത്തിലെ കുറച്ച് പേര് മാത്രമേ എംഫോടെക്കിന് യൂട്യൂബ് ചാനൽ കാണത്തുള്ളൂ. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്ന യൂട്യൂബ് ചാനലായി മാറാൻ എംഫോടെക്കിന് കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് കേൽ ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ ഇത്രയും വലിയൊരു ഷോർട്സ് സെൽഫിൽ നിന്ന് കയറുന്ന യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടും എംഫോടെക്കിന് ഒരുപാട് വ്യൂസ് ഇടുന്ന എല്ലാ ഷോർട്ട് വീഡിയോസും കോടിക്കണക്കിന് വ്യൂസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോട് വളരെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഓരോ ദിവസം 10 ലക്ഷം 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് അവർക്ക് നേടിക്കൊണ്ടിരിക്കുന്നത്. സോ വളരെ കുതിച്ചു ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ന്യൂ ഇയറിനുള്ളിൽ തന്നെ അവർ 1 കോടി സബ്സ്ക്രൈബേഴ്സ് തന്നെ എത്തുമോ എന്നാണ് അവിടെ ഒരുപാട് ഫാൻസിൻ്റെ ആഗ്രഹം. എന്തായാലും ഈ ഒരു അവസരം മുതലെടുത്ത് നമ്മൾ എംഫോടെക്കിൻ്റെ ഹേറ്റേഴ്സ് വന്നുകൊണ്ട് എംഫോടെക്കിൻ്റെ കമൻറ്റ് ബോക്സും ഇൻബോക്സും പൂരത്തെറികളാണ്. എംഫോടെക്കിന് ഒരിക്കലും ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റത്തില്ല. എംഫോടെക്ക് വെറുതെ കഴിവ് കെട്ടവരാണ്. എംഫോടെക്ക് അതിമോഹം കാണിച്ചു. എംഫോടെക്ക് ഒരുപാട് സ്വന്തം പ്രശംസിച്ചു. എംഫോടെക്കാണ് പറഞ്ഞത് ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ അത്രയും വലിയ യൂട്യൂബ് ചാനൽ പ്രധാനപ്പെട്ട കാരണമാണ് യൂട്യൂബ് ഷോർട്സ് ആണ്. പക്ഷേ എംഫോടെക്കിൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും വലിയ പ്രധാനപ്പെട്ട കാരണം, ഇത്രയും വലിയൊരു പൊസിഷനിലോട്ട് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ അത് അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. മറ്റേ ബ്രോ ഋത്തിക് യൂട്യൂബ് ചാനൽ ഹാർഡ് വർക്കിൽ തന്നെ അവിടെയും പറഞ്ഞത്. പക്ഷേ എംഫോടെക്കിന് ലോങ് വീഡിയോസ് ഇട്ട് കയറുന്ന ഒരു ചാനലാണ്. വളരെ ഹാർഡ് വർക്ക് അതിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേൽ ബ്രോ ഋത്തിക് ചാനൽ യൂട്യൂബ് ഷോർട്സിലൂടെ അപ്ലോഡ് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഉണ്ടാക്കിയ ചാനലാണ്. പക്ഷേ എംഫോടെക്കിനല്ല വളരെയധികം ഹാർഡ് വർക്കിലൂടെ നേടിയെത്തിയ ഒരു വിജയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എംഫോടെക്കിന് ഈ ഒരു സ്ഥാനത്തേക്ക് അത്ര പെട്ടെന്ന് എത്താൻ സാധിക്കാത്തതും ഇത്ര വലിയൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തതും. പക്ഷേ കേൽ ബ്രോ ഋത്തിക് ചാനൽ ഒരുപാട് കൺഗ്രാജുലേഷൻ ആണ്. കാരണം മലയാളത്തിലെ ആദ്യത്തെ ഇൻഡിവിജ്വൽ 100 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിക്കാമോ ചാനൽ. ആൾ ദി ബെസ്റ്റ്.